ദില്ലി ചലോ എന്ന പേരിൽ ഇന്ത്യയിലെ കർഷകർ നടത്തുന്ന രണ്ടാം സമരം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കർഷകർ, പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള കർഷകരാണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ആവർത്തിച്ചുന്നയിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നടത്തുന്ന ഐതിഹാസികമായ രണ്ടാം സമരമാണ് എന്ന് തന്നെ ഇത് പറയേണ്ടിയിരിക്കുന്നു. 3 വർഷം മുൻപ് നടത്തിയ ഒന്നാം സമരത്തിൽ അവർ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു. ഈ കർഷകർ, അവർക്ക് പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടു. കഠിനമായ യാതനകൾ അനുഭവിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ നരേന്ദ്രമോദി സർക്കാർ ഈ കർഷകർക്ക് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ഈ ആനുകൂല്യങ്ങളുടെ എല്ലാം പ്രസ്താവന വെറും കടലാസിൽ ഒതുങ്ങി. കാലങ്ങളായി കർഷകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്, ഏറ്റവും കുറഞ്ഞ താങ്ങുവില, MSP എന്ന പേരിൽ അറിയപ്പെടുന്ന താങ്ങുവില അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് നൽകണം എന്നതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം. അതോടൊപ്പം തന്നെ രാസവള സബ്സിഡി, ഇലക്ട്രിസിറ്റിക്കുള്ള സബ്സിഡി, വെള്ളത്തിനുള്ള സബ്സിഡി, അങ്ങനെയുള്ള ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ സമരത്തെ ഒരിക്കലും ചെറുതായി കാണാൻ ഇന്ത്യയിലുള്ള ആർക്കും മനസ്സുകൊണ്ട് സാധിക്കുകയില്ല. കാരണം ഈ സമരം ചെയ്യുന്നത് അദാനിയും അംബാനിയും അല്ല, ഈ രാജ്യത്തെ അന്നദാതാക്കളാണ്. ഇവിടുത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിന്റെ 19.5% പഞ്ചാബിലാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന അരിയുടെ അളവാകട്ടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അരിയുടെ 11%. അപ്പോൾ ആലോചിക്കണം, പഞ്ചാബിലെ കർഷകർ ഇന്ത്യയിലെ ആളുകൾക്ക് നൽകുന്നതായിട്ടുള്ള അന്നത്തിൻ്റെ പ്രാധാന്യവും വലിപ്പവും. ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബസ്മതി അരിയാണ് ലോക നിലവാരമുള്ള ബസ്മതി അരി. അവർ ബസ്മതി അരി കയറ്റി അയക്കുന്നുണ്ട്. ആ ഇനത്തിൽ കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യം അവർ ആർജിക്കുന്നുമുണ്ട്. ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ത്യ ഗവൺമെന്റിനും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകർ ഉപജീവന മാർഗം കാർഷിക വൃത്തിയായി സ്വീകരിച്ചിട്ടുള്ള പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരാണ് ഈ കൊടും തണുപ്പിലും പൊരിയുന്ന വെയിലത്തും തെരുവീഥികളിൽ കിടന്നുകൊണ്ട് രാവും പകലും ചിലവഴിക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ, അവരുടെ നിശ്ചയദാർഢ്യത്തെ നാം കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയുള്ളൂ. 6 മാസം തെരുവീഥിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷ്യധാന്യങ്ങളും കിടക്കകളും ടെന്റുകളുമായിട്ടാണ് അവർ സമരത്തിന് വന്നിരിക്കുന്നത്. അവരുടെ ആ നിശ്ചയദാർഢ്യം എത്ര വലുതാണ്! എന്ത് കഷ്ടത അനുഭവിച്ചാലും വേണ്ടില്ല, അവരുടെ ഉപജീവന മാർഗത്തിന് സഹായം ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നുള്ള തീരുമാനത്തോടുകൂടിയാണ് അവർ ഈ സമരത്തിന് വീണ്ടും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതിലേറ്റവും സങ്കടകരം എന്ന് പറയുന്നത്, ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ, മോദി സർക്കാർ, ലോകം മുഴുവൻ മൈക്ക് വെച്ച് മോദി ഗ്യാരണ്ടി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ മോദിക്ക് ഈ പാവപ്പെട്ട കർഷകർക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയാതെ പോകുന്നത്? തൃശ്ശൂരെ തേക്കിൻകാട് മൈതാനത്ത് കാശ് കൊടുത്ത് 10,000-കണക്കിന് മഹിളകളെ കൊണ്ടിരുത്തി മോദി കി ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അന്നദാതാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? അബുദാബിയിൽ പോയി
കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവന്റ് മാനേജ്മെന്റുകാരെ കൊണ്ട് സ്റ്റേഡിയം നിറച്ച് കാണികളെ ഇരുത്തി ഹരേ രാമെന്നും ഭാരത് മാതാ കി ജയ് എന്നും മുദ്രാവാക്യം വിളിച്ചാൽ പാവപ്പെട്ട കർഷകന്റെ പ്രശ്നങ്ങൾ തീരുമോ? 10 വർഷം ഇന്ത്യ ഭരിച്ച നരേന്ദ്രമോദി 89 വിദേശ രാജ്യങ്ങളാണ് സന്ദർശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ചെലവഴിച്ച ശതകോടികളുടെ കണക്കിപ്പോഴും കൃത്യമായി പുറത്തു വന്നിട്ടില്ല. ഒരു ദിവസം തന്നെ 4-5 കോട്ടുകൾ മാറി ധരിക്കുന്ന ഒരു പാവപ്പെട്ട പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. കർഷകന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. 100 കണക്കിന് ആളുകൾ മണിപ്പൂരിൽ കൊല ചെയ്യപ്പെടുമ്പോൾ, അവിടുത്തെ ആരാധനാലയങ്ങൾ കത്തി അമരുമ്പോൾ ആ കൊച്ചു സംസ്ഥാനം സന്ദർശിക്കാൻ ഈ പ്രധാനമന്ത്രിക്ക് സമയമില്ല. കഴിഞ്ഞ 7 മാസത്തിനിടയിൽ 3 പ്രാവശ്യമാണ് അദ്ദേഹം പേർഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും ഇത്ര ഉദാര മനസ്സോടുകൂടി ലോക സന്ദർശനത്തിന് ഇറങ്ങി പുറപ്പെട്ടില്ല. ആഭ്യന്തരമായ പ്രശ്നങ്ങൾ കത്തി ജ്വലിക്കുമ്പോൾ അതിലൊന്നും ഇടപെടാതെ സ്വയബിംബ സൃഷ്ടിയിലൂടെ ആരാധകരെ കണ്ടെത്തി കീജെ വിളിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയും സദാചാരവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ കർഷകരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് ചർച്ചകൾ നടത്താമെന്ന മട്ടുവരെ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നലെ വെളുപ്പിന് 2 മണി വരെ കർഷക നേതാക്കളുമായി നരേന്ദ്രമോദിയിലെ 3 മന്ത്രിമാർ ചർച്ചകൾ തുടങ്ങി വെച്ചു. എന്നാൽ അത് സമാപ്തിയിലെത്തിയിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ച വീണ്ടും ചർച്ച തുടരാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെറിയ ഒരു സമീപനം ആരോഗ്യകരമായ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അത് അവരുടെ സർക്കാരിൻ്റെ ഉദാര മനസ്സാണ് എന്ന് തോന്നാൻ പ്രയാസമാണ്. മാറ്റം മാനസികമായി ഉണ്ടായെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ഈ കർഷകരെ തെരുവിലിട്ട് ടിയർ ഗ്യാസ് ഷെൽ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട് കൈകാര്യം ചെയ്താൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയമാണ് സർക്കാരിൻ്റെ കടുംപിടുത്തത്തിൽ അല്പം അയവ് വരുത്തിയിരിക്കുന്നത് എന്നാണ് നിരീക്ഷകർക്കും മാധ്യമങ്ങൾക്കും മനസ്സിലായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഏതാണ്ട് വ്യക്തമാണ്, ഈ സമരം അധികകാലം ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് സാധിക്കും എന്ന് തോന്നുന്നില്ല. പക്ഷെ അവിടെയും നാം കാണേണ്ടത് ഒരു സർക്കാർ എത്ര മൃഗീയമായിട്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട കർഷകരെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ കേരളത്തിൽ പണ്ട് കാലത്ത് കേട്ടിട്ടുള്ളതാണ്, സമരക്കാരാണ് വാഹനങ്ങൾ നശിപ്പിക്കാൻ പോലീസിന്റെ വാഹനങ്ങളും അതുപോലെ സർക്കാരിന്റെ വാഹനങ്ങളും നശിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് നാടൻ ഭാഷയിൽ അള്ളുവെക്കുക എന്ന് പറഞ്ഞാൽ വളരെ നീളമുള്ള ആണികൾ, ഇരുമ്പാണികൾ റോഡിൽ നിരത്തി വെച്ച് വാഹനങ്ങൾ ഓടുന്നത് തടസ്സപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ക്രൂരമായ സമരമുറയ്ക്കാണ് അള്ളുവെക്കുക എന്ന് പറയുന്നത്. പഞ്ചാബിലും ഹരിയാനയിലും ഇപ്പോൾ പോലീസിന്റെ ജോലി അള്ളുവയ്പ്പാണ്. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1-ാം പേജിൽ പോലീസുകാർ നിന്ന് റോഡിൽ ഇരുമ്പാണികൾ തറയ്ക്കുകയാണ്. വലിയ കോൺക്രീറ്റ് തൂണുകൾ റോഡിൽ നിരത്തി സിമന്റ് വെച്ച് കൂട്ടി യോജിപ്പിച്ച് ഈ കർഷകർ സമരത്തിനായി കൊണ്ടുവന്ന അവരുടെ സ്വന്തം ട്രാക്ടറുകളും മറ്റു വാഹനങ്ങളും തടയുകയാണ്. ഒരു യുദ്ധസമയത്ത് പോലും എതിർ രാജ്യത്തെ പോരാളികളെ നേരിടുന്നതിന് ഉപയോഗിക്കുന്നതിനേക്കാൾ ഹീനമായ തരംതാണ മാർഗങ്ങളാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ
ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വീകരിച്ചിരിക്കുന്നത് എന്നത് എത്ര ഖേദകരമാണ്, എത്ര സങ്കടകരമാണ്, എത്ര അപലപനീയമാണ്. മോദി സർക്കാർ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു. സബ്കെ സാത്ത് എന്ന മുദ്രാവാക്യമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്കാ വിശ്വാസ്, ഇതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ആളുകളെ കൊണ്ട് ലോകം മുഴുവൻ നടന്ന് മുദ്രാവാക്യം വിളിപ്പിക്കുമ്പോൾ ഇവിടെ കർഷകർ തെരുവിൽ കിടന്ന് യാതന അനുഭവിക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചാണ് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പൊട്ടിക്കുന്നത്. എന്തൊരു ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണ് ഈ സർക്കാർ എന്ന് ആലോചിക്കുമ്പോൾ ദുഃഖമല്ലാതെ മറ്റൊന്നും വരികയില്ല. അടിയന്തരമായി ഈ സർക്കാർ ഇടപെട്ട് ഈ അന്നദാതാക്കളുടെ പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗൗരവമുള്ളതായിരിക്കും. ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ അത് BJPക്ക് തിരിച്ചടിക്കും. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയേക്കാൾ കുറെ കൂടെ ശക്തമായ ഒരു തിരിച്ചടിയാണ് അവർക്ക് ഒരുപക്ഷെ കിട്ടാൻ പോകുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിലെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ ഈ കർഷക നേതാക്കന്മാരുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നെങ്കിൽ മാത്രമേ അവർ അടങ്ങുകയുള്ളൂ. ഇന്ത്യയിലെ ശതകോടികൾ ധാർമ്മികമായി അവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പോലും 25ഓളം കർഷകർ ഇത്രയും ദൂരം താണ്ടി ഈ സമര ശ്രേണിയിൽ അണിനിരന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ സമയത്തിന് അനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കും. അവരുടെ പ്രശ്നങ്ങൾക്ക് 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഞായറാഴ്ചയോടുകൂടി എങ്കിലും പരിഹാരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു വിഭാഗം ജനങ്ങളെ ഈ തരത്തിൽ ക്രൂരമായി പോലീസിനെ കൊണ്ട് കൈകാര്യം ചെയ്ത് അടിച്ചമർത്തി ഒരു ജനാധിപത്യ സർക്കാരിന് മുന്നോട്ട് പോകാൻ അധികകാലം സാധിക്കുകയില്ല എന്ന കാര്യവും ഈ സമയത്ത് അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്.